ഒരുപാട് പ്രശ്നങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ശേഷം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരികയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ മാർച്ചിൽ എഴുതിയ എക്സാമാണ് റിസൾട്ട് വരാൻ പോകുന്നത് ഇപ്പോൾ ജൂലൈയിലാണ്. ഇത്രയും ഗ്യാപ്പ് വരാനുള്ള കാരണം ഗൾഫ് രാജ്യങ്ങളിലെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്ലസ് വണ്ണിലെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം സോർട്ട് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് ഇങ്ങനെ ഫൈനലി അനൗൺസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വീണ്ടും ഡേറ്റ് പറഞ്ഞു. പിന്നെ അത് മാറ്റി വെക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ എങ്ങനെയാണെങ്കിലും റിസൾട്ട് വരുന്നുണ്ട്. നമുക്ക് അത് ആലോചിച്ച് ആശ്വസിക്കാം അല്ലേ. ബേസിക്കലി കുറേ ആൾക്കാർക്കൊന്നും ആശ്വാസമായിരിക്കില്ല, എക്സാമിന് മാർക്ക് കുറവായിരിക്കും എന്ന് ആദ്യമേ വിചാരിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് പറയും. സോ അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക തന്നെ വേണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റിസൾട്ടിന് വേണ്ടി എന്താണ് ഇത്ര വെയിറ്റിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇത്തവണ നേരത്തെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ആക്കിയ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എഴുതണമെങ്കിൽ, ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങണം എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒഫീഷ്യലി എന്തായാലും പ്ലസ് വണ്ണിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏതൊക്കെ സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ റിസൾട്ട് ആദ്യം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതിലെല്ലാത്തിനും കൃത്യമായുള്ള മറുപടി പറഞ്ഞുതരാം. ആദ്യത്തെ നിങ്ങളുടെ സംശയമായിരിക്കും റിസൾട്ട് എവിടെയാണ് കിട്ടുക എന്നുള്ളത്. ഒഫീഷ്യലി നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് DHSEയുടെ വെബ്സൈറ്റിലാണ്. അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഈ ലിങ്കാണ് results.hse.kerala.gov.in എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, റിസൾട്ട് ചെക്ക് ചെയ്യാം. അതെങ്കിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പ്ലസ് വൺ റിസൾട്ട് എന്ന് ഗൂഗിളിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ റിസൾട്ട് വരുന്ന വെബ്സൈറ്റുകളായിരിക്കും കാണിക്കുക. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രോപ്പറായിട്ട് അടിക്കുക, രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഇനി നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സാവധാനം കൂളായിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ബൈ.